ദശകം 14 ശ്ലോക 2. സമയേ ഖലു തത്ര കർദമാഖ്യഃ ദ്രുഹിണച്ഛായ ഭവഃ തദീയവാചാ ധൃതഃസർഗരഹസ നിസർഗരമ്യം ഭഗവൻ ത്വാമയുധം സമാകാംസിഷേവേ. സമയേ നിവൃത്തിയായി, ഖലു കർമ്മം, തത്ര ആ മനുവിൻ്റെ, കർദമാക്യ കർദമ പ്രജാപതി, ദ്രുഹിണ ഉണ്ടായ, ഛായ നിയൽ, ഭവഃ പിതാവിൻ്റെ, തദീയ ആ തനി സ്വരൂപമായിട്ട്, വാച നിർദ്ദേശമനുസരിച്ച്, ധൃത തൽപരനായിട്ട്, സർഗ സൃഷ്ടി, രസക രസത്തിൽ, നിസർഗ പ്രകൃത്യ രമ്യം സുന്ദരമൂർത്തിയായ, ഭഗവ ഭഗവാൻ, ത്വാം അല്ലയോ, അയുതം 10,000 സമാഹ വർഷകാലം, നിസ്സിഷേവേ സേവിച്ചു. അപ്പോൾ ഈ ദശകത്തിൽ കപിലാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ആ മനു തൻ്റെ പിതാവായ ബ്രഹ്മാവിൻ്റെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ സുഖമായി കഴിച്ചു കൂട്ടുകയും അതിനുശേഷം തൻ്റെ കർമ്മ നിവൃത്തിക്കായി മനുവിൻ്റെ കർദമ പ്രജാപതി ഉണ്ടായ ആ ഒരു പിതാവിൻ്റെ നിഴലായി, ആ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടിയിൽ തൽപരനായി ആ രസത്തോടു കൂടി സുന്ദരമൂർത്തിയായ ഭഗവാനെ പ്രകൃത്യ അല്ലയോ 10,000 വർഷകാലം സേവിക്കുകയും ചെയ്തു. സമായാവി വിഷ്ണുർഹരതി ഭവതീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതഃ നദൻ ക്വാസൗ ക്വാസ വിദിസ മുനിനാ ദർശിത പതാകാം ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.